എന്താന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വെള്ളം കുടിച്ചോളൂ. ആരും ഓർക്കുന്നുണ്ടാവും, അതുകൊണ്ടാ. ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയ. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ മയനാട് വ്ളോഗ്. ഇന്ന് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം വിട്ട് നമ്മൾ അടുത്ത ജില്ലയിൽ പിടിച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലെ മയ്യനാട് യാത്രയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലം, ഇരുവശത്തും വയലോരങ്ങൾ. അതിന്റെ നടുക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്തോ പഴയ ഒരു ഓർമ്മ പോലെ, കേരളം ആ ഒരു തനിമ പോലെയൊക്കെ നമുക്ക് തോന്നും. ഒരു വശത്ത് പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ, മറുവശത്ത് കായൽ. അങ്ങനെ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു മയ്യനാട്. അപ്പോൾ കരുതി ഒരു വ്ളോഗ് ആയിട്ട് എടുക്കാം, നിങ്ങൾ എല്ലാവരെയും ഈ ഒരു സ്ഥലം ഒന്ന് കാണിക്കാമെന്ന്. അങ്ങനെ നമ്മൾ താനി ബീച്ചിലേക്ക് പോകുന്ന ആ ഒരു ബ്രിഡ്ജിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു മയ്യനാട് നമ്മൾ ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ താനി ബീച്ചിലേക്കാണ്. അതാ പരന്ന് കിടക്കുന്നതാണ് നമ്മുടെ താനി ബീച്ച്. ഇവിടെ ഒരു വശത്ത് കടലും മറുവശത്ത് കായലുമാണ്. എന്നാൽ ഇത് തമ്മിൽ ഒന്നിക്കുന്ന ഒരു സ്ഥലം അങ്ങനെ ആയിട്ടില്ല. നമ്മൾ ഏകദേശം ഒരു ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ ആ ഒരു ടൈമാണ് എത്തിയത്. അപ്പോൾ വിശന്ന കാരണം പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ഊണ് റെഡി എന്ന ബോർഡ് കണ്ട കടയിലോട്ട് കയറി. ഊണിന് എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ അവർ 50 രൂപയെന്ന് പറഞ്ഞു. 50 രൂപയ്ക്ക് ഊണുണ്ടോ ഈ സ്ഥലത്ത്? പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ഊണെടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ കക്കത്തോരൻ വന്നു, അതിൽ പൊരിച്ചമീൻ വന്നു. അങ്ങനെ നമ്മുടെ ഊണ് കുശാലാക്കി നമ്മൾ കഴിച്ചു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് മണ്ടയില്ലാത്ത തെങ്ങിന്റെ മുകളിൽ പോയി നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം സാൻവേട്ടൻ. അതിനുശേഷം ഞാൻ കടലിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് കരുതി. ഈ പറയുന്ന സ്ഥലം ജസ്റ്റ് ഒരു കടല് മാത്രമാണ്, ബീച്ചിലോട്ട് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ബീച്ചിലോട്ട് പോകും. അങ്ങനെ തിരമാലകളൊക്കെ എണ്ണി കഴിഞ്ഞപ്പോൾ കുറച്ച് ബോറടിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ ബാക്കിയുള്ള ഗെയിംസ് ഒക്കെ ഒന്ന് കളിച്ച് തീർത്തു. ആ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ഗെയിം കളിക്കുന്നതിന്റെ തിരക്കിലായിപ്പോയി, സാൻഡുവേട്ടൻ വീഡിയോ എടുക്കുന്നതിന്റെ തിരക്കിലും. അതിനുശേഷം ഫോണൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ കുറച്ച് സെൽഫി വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് കരുതി. നല്ല കാറ്റും നല്ല തണുപ്പും ആ ഒരു മഴക്കോളും ഒക്കെ ഉള്ള ഒരു ടൈമായിരുന്നു. മഴക്കോളും മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നല്ല ചാറ്റൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു തിര, ഇരുതിര, 3 തിര, അങ്ങനെ തിരകൾ വന്നുകൊണ്ടേയിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് നല്ല രസമുണ്ട്, കടലൊക്കെ കണ്ടിരിക്കാമെന്ന് കരുതി അവിടെ അങ്ങ് ഇരുന്നതാണ്. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടും ആദ്യം വന്നതായതുകൊണ്ടും നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടുത്തെ സ്ഥലമൊന്നും അത്ര മനസ്സിലായില്ല. പിന്നീടാണ് കുറച്ചും കൂടി മുന്നോട്ട് പോയ ബീച്ചിലെത്താം എന്നുള്ള ആ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിയത്. അങ്ങനെ നമ്മൾ ആ മെയിൻ റോഡിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വശം ഫുള്ളും കടലായിരുന്നു. ഇതുപോലെ ഓരോ സ്ഥലത്തും ഇങ്ങനെ കല്ലിട്ട് വെക്കുന്നു. ആ കല്ലിൻ്റെ അങ്ങ് അറ്റം വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, പക്ഷെ നമ്മൾ റിസ്ക് എടുത്തില്ല. പിന്നെ അപ്പുറം വശം, അതായത് ഒരു വശം കടൽ ഒരു വശം കായൽ, ആ ഒരു രീതിയിലായിരുന്നു. ഈ ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഡാൻസിൻ്റെയൊക്കെ കുറച്ച് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഐസ്ക്രീം കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു പിസ്താന്റെ ബാറും സാൻഡോയുടെ ചോക്ലേറ്റിന്റെ ബാറും ആണ് വാങ്ങിയത്. അതും കൊണ്ടൊന്ന് ഇരിക്കാമെന്ന് കരുതിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. കയ്യിൽ ഐസ്ക്രീം ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയായിരുന്നു. എന്നാൽ അവിടെ നല്ല മനോഹാരിതയായിട്ടുള്ള നമ്മുടെ കടലും അതിൻ്റെ ഒത്ത നടുക്ക് ഒരു കപ്പിൾസും. ഇവിടെ അങ്ങനെ ഓരോ സ്ഥലത്തും കപ്പിൾസ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പോയില്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ ആരാ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ. നമ്മളവിടെ നോക്കുമ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീൽസ് എടുക്കുന്ന ഒരുപാട് പേര് അവിടെ നിന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് അവിടെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്ത്, അതായത് നമ്മുടെ ഊണ് കഴിക്കാൻ വന്ന ആ ഒരു സ്ഥലത്ത് കായൽ കാണാനായിട്ട് വീണ്ടും വന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് തോന്നിയത് അടുത്ത് ചെന്ന് കാണാമെന്ന്. അടുത്ത് ചെന്ന് കണ്ടപ്പോൾ ഇത്രയ്ക്കും മനോഹരമായിരുന്നു ഇവിടെ എന്ന് നമുക്ക് തോന്നിപ്പോയി. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു റിസോർട്ട് പോലെ ഉണ്ട്, അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറം വശം എന്ന് പറയുന്നത് ചെറിയ കക്ക തൊഴിലാളികൾ അവരുടേതായിട്ടുള്ള മീൻപിടുത്തം ചെറിയ ചെറിയ രീതിയിൽ അതൊക്കെ നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരു മറിഞ്ഞിടുന്ന വെള്ളത്തിൻ്റെ മണ്ടയിലൊക്കെ ഞാനിരുന്ന് അതെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ആ സമയത്ത് സാൻഡുവേട്ടൻ വീഡിയോ എടുത്ത് ആസ്വദിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ കേരന്തിങ്ങും കേരള നാട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കേരളത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകളൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇപ്പോൾ ബീച്ചിൽ പോവുമെങ്കിലും ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല.
ലൈവായിട്ട് ഇൻട്രോ എടുക്കാൻ പറ്റുമോ എന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്തു. അവിടെ ഒന്നും പരിസരത്ത് ആളില്ല എന്നുള്ളത് കൊണ്ട് മാത്രം. അതിനുശേഷം കുറച്ചുകൂടെ ഞാൻ നടന്ന് നീങ്ങി. അപ്പോഴാണ് അവിടെ ഒരാൾ മീൻ പിടിക്കാനായിട്ട് വന്നത്. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കക്ക എടുക്കാനും പിന്നെ മീൻ പിടിക്കുന്നതിന് അതിന് കൊടുക്കുന്ന ഇരയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കൊഞ്ചൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. പച്ചപ്പുള്ള ബാക്ക്ഗ്രൗണ്ട് കണ്ട സാന്റോണിന് അപ്പോൾ സെൽഫി എടുക്കണം. പിന്നെ ഒന്നും നോക്കില്ല, കുറച്ച് സെൽഫി വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് സമയം പോയി. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് ഇരകളും പിന്നെ കുറച്ച് കക്കകളും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. അടുത്ത് നിന്ന് ആദ്യമായിട്ടൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് ഓരോ സ്ഥലത്ത് വരും, ഐസ്ക്രീം കുടിക്കും, പോവും, പിന്നും വരും. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 വട്ടം, എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 10-15 വട്ടം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബീച്ചിൽ വരുമ്പോൾ തോന്നും വെയിലാണ്, ഇരിക്കാൻ സ്ഥലമില്ല, നമുക്ക് കായൽ കാണാൻ പോവാം. അവിടെ ചെല്ലുമ്പോൾ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ മടുക്കും, എന്നാൽ വീണ്ടും നമുക്ക് കടൽ കാണാൻ പോവാം. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും മടുക്കും, തിരിച്ചിവിടെ വരും. ഇവിടെ വരുന്നു, ഐസ്ക്രീം കുടിക്കുന്നു, കായലിൽ പോകുന്നു, റിപ്പീറ്റ്. വീണ്ടും ഇവിടെ വരുന്നു, ഐസ്ക്രീം കുടിക്കുന്നു, കായലിൽ പോകുന്നു, റിപ്പീറ്റ്. അവസാനം നമ്മൾ ഐസ്ക്രീം കട മാറി വേറെയൊക്കെ ഐസ്ക്രീമുകൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു അന്നത്തെ ആ ഒരു ഡേ. ഈ ഒരു ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് ഫുൾ ചുറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം നമുക്ക് ഇത്രയും ടൈം വെറുതെ കിട്ടുന്നത് ആദ്യമായിട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഹെൽമറ്റും തൂക്കി കണ്ണും നട്ടും ആ കടലിലും ഒക്കെ കാത്തിരുന്നത്. ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ആ ഒരു കാഴ്ച കണ്ടത്, ഒരു വെള്ളക്കുതിര. ആ സൈഡിൽ കാണുന്ന ഐസ്ക്രീം കടയിൽ കയറി ഞങ്ങൾ ഐസ്ക്രീം കുടിച്ചായിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു കല്ലൊക്കെ ഇട്ടിരിക്കുന്ന കടൽ കാണാനായിട്ട് അടുത്ത സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ചും കൂടെ നമുക്ക് അടുത്ത് നിന്ന് കാണാം, പക്ഷെ അതത്ര സേഫ് ഒന്നും അല്ല. എപ്പോഴും തിര ഇങ്ങ് കല്ലിൻ്റെ ആ ഭാഗത്തോട്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വരുന്നവർ കൂടുതൽ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ആ കുടുങ്ങി പോകുന്നത് പിന്നെയും കടലിൻ്റെ അടുത്തോട്ടാണ്. ആ തിര എണ്ണുമ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്ക് ബോറടിക്കില്ല. അങ്ങനെ അതിനുശേഷം നമ്മൾ ചെല്ലുന്ന കടയാണ് ട്രോപ്പിക് കഫേ. അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബൈ 1 get 1 ഫ്രീ കിട്ടുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്. നമ്മളവിടെ ബീച്ചിൽ ചെന്നപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ശരി തന്നെയാണ്, നമുക്ക് ഒരാളുടെ പൈസ കൊടുത്ത് 2 പേർക്ക് സുഖമായിട്ട് ഫുഡ് കഴിച്ചിറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒത്തിരി പേര് അവിടെ വന്ന് പോകുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് ഇന്ന് എന്താണ് ഓഫർ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഓരോ ദിവസവും സ്പെഷ്യൽ ഓഫറാണ് ഓരോ ഐറ്റംസിനും. അവിടുത്തെ ഫുഡ് എല്ലാം കംപ്ലീറ്റ്ലി ഫൈൻ. നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുള്ള ഫുഡാണ്. ഇപ്പോൾ ബൈ 1 get 1 ആണെങ്കിൽ പോലും ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പതിയെ നീങ്ങുകയാണ്. കാരണം നേരെ ഒരുപാട് വൈകി. അപ്പോൾ നമ്മുടെ വയനാട് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വളരെ സംതൃപ്തിയോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നത് വരേക്കും ബൈ. എന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.